ഐക്യത്തിൻ്റെ ഗുണങ്ങൾ. എഫേസ്യ ലേഖനം തന്നെ ഐക്യത്തിൻ്റെ ലേഖനമായി വിശേഷിപ്പിക്കാവുന്നതാണ്. ക്രിസ്തീയ സഭയ്ക്ക് ആവശ്യമായിരിക്കുന്ന ഗുണമാണ് ക്രിസ്തീയ ശരീരത്തിൽ ഒന്നായിരിക്കുക എന്നുള്ളത്. എഫേസ്യർ 4:1 മുതൽ 6 വരെയുള്ള വേദഭാഗത്ത് വിശ്വാസികളെ അവരുടെ വിളിക്ക് യോഗ്യമായി നടക്കാൻ പ്രേരിപ്പിക്കുന്നു. വിനയം, സൗമ്യത, ക്ഷമ, സ്നേഹം എന്നിവയിലൂടെ ആത്മാവിൻ്റെ ഐക്യം സജീവമായി നിലനിർത്തിക്കൊണ്ട് പ്രധാന നേട്ടങ്ങളിൽ സമാധാന ബന്ധം അനുഭവിക്കുകയും ഒരു ശരീരം, ഒരാത്മാവ്, ഒരു പ്രത്യാശ, ഒരു കർത്താവ്, ഒരു വിശ്വാസം, ഒരു സ്നാനം എന്നിങ്ങനെ ദൈവം പങ്കിട്ട അടിസ്ഥാന സത്യങ്ങളെ പ്രതിഫലിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഐക്യം പ്രകടമാകും. ഐക്യത്തിൻ്റെ ഗുണങ്ങളായ വിനയവും സൗമ്യതയും എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളുടെയും മൂലകാരണമായി കാണപ്പെടുന്ന അഹങ്കാരത്തിന് വിപരീതമായി പ്രവർത്തിക്കുകയും സ്നേഹത്തിൽ പരസ്പരം സഹിക്കുക എന്നത് മറ്റുള്ളവരുടെ ബലഹീനതകളോടുള്ള സഹിഷ്ണുതയെ സൂചിപ്പിച്ചുകൊണ്ട് സഭ വിശുദ്ധരുടെ മ്യൂസിയമല്ല, മറിച്ച് ആത്മാക്കൾക്കുള്ള ആശുപത്രിയായി വേർതിരിക്കുന്നു. ഐക്യം നിലനിർത്തുക എന്നാൽ ആത്മാവിൻ്റെ ഐക്യം മനുഷ്യർ സൃഷ്ടിക്കുന്ന ഒന്നല്ല. ആത്മാവിൻ്റെ ഐക്യം ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയിലെ അവയവങ്ങളാകുന്ന വിശ്വാസികൾ പരിശുദ്ധാത്മ ശക്തിയാൽ പരസ്പര സ്നേഹത്തിൽ സമാധാനത്തിൻ്റെ ബന്ധനത്തിലൂടെ ക്രിസ്തുവിൽ ഒരുമനപ്പെട്ട അവിടുത്തെ രാജ്യമായ ദൈവരാജ്യത്തിൽ ഒരുമയോടെ വസിച്ചതിനെ നിലനിർത്തുകയാണ്. അങ്ങനെ ഒരു വിളിയാൽ വിളിക്കപ്പെട്ട് ദൈവത്തിൻ്റെ സ്വഭാവം പ്രതിഫലിപ്പിച്ചുകൊണ്ട് ഒരു ശരീരത്തിൻ്റെ അവയവങ്ങളായി, ഒരു ആത്മാവിൻ്റെ പ്രവർത്തന മണ്ഡലമായി, ഒരു ക്രിസ്തുവിൽ വിശ്വസിച്ച് സ്നാപനമേറ്റ് ഒരു ദൈവത്തെ ആരാധിക്കുന്നവരായ നമ്മുടെ പെരുമാറ്റത്തിൻ്റെ അടിസ്ഥാനമാണ് ഒരുമ പുലർത്തുക എന്നുള്ളത്. സഭ നമ്മുടെ ഇഷ്ടമനുസരിച്ച് സ്ഥാപിക്കുവാനോ വിഭജിക്കുവാനോ സാധ്യമല്ല. ഐക്യമെന്നത് ആത്മാവിലുള്ള ഐക്യമാണെന്ന് 4-ാമത്തെ വാക്യം ഓർമ്മിപ്പിക്കുന്നു. യഥാർത്ഥ സഭ ദൈവരാജ്യമാണ്. അതിൽ വസിക്കുന്ന വിശ്വാസികളുടെ കൂട്ടമാണ് സഭ. 4, 5, 6 വാക്യങ്ങളിൽ കൂടി വിശുദ്ധ തൃത്വത്തിൻ്റെ പ്രസ്താവനയിലെ ഏക കർത്താവും ഏക ആത്മാവും ഏക പിതാവും ഐക്യത്തിൻ്റെ പ്രതീകമാണ്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ എല്ലാ കാര്യങ്ങളിലും ഒന്നായിത്തീരണമെന്ന ദൈവിക പദ്ധതി പൗലോസ് അപ്പോസ്തലൻ ഇവിടെ സൂചിപ്പിക്കുന്നു. സഭയുടെ അസ്തിത്വത്തെ നിർവചിക്കുന്ന 7 അടിസ്ഥാന ഒന്നുകളെ വിശ്വാസ ജീവിതത്തിൻ്റെ ഭാഗമായി സ്വീകരിക്കുമ്പോൾ നാം വിശ്വാസത്തിലും ഐക്യത്തിലും തികഞ്ഞു വരുമെന്ന് ഓർക്കുക. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.